Hi everybody, MDC, Multidisciplinary Courses for Science, Semester 3rd, paper name is Understanding Kerala, Science, Culture and Literature. So today in this paper, we are going to discuss the chapter Astronomy is not Astrology. So എന്താണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്? സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ what is the difference between astronomy and astrology? രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മുടെ മുന്നിലേക്ക് വെക്കുന്ന ഒരു കോണ്ടന്റ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഒരു ഇൻ്റർവ്യൂ ആണ്. സോ ഇൻ്റർവ്യൂ നടത്തിയിട്ടുള്ളത് സംഗീത, ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്, അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഓഫ് കെമിസ്ട്രി. ഇപ്പോൾ കേരളത്തിലെ പല കോളേജുകളിലും അവർ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല സയൻസിൻ്റെ പോപ്പുലറൈസേഷന് വേണ്ടിയിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. ഇനി ആരെയാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നത്? തുഷാര GS പിള്ളൈ, സയൻറ്റിസ്റ്റാണ്, ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. സോ അവരുമായിട്ടൊരു അഭിമുഖം, ഒരു ഇൻ്റർവ്യൂ, അതിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ള ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളത്. നൗ ലെറ്റ്സ് ഡിസ്കസ് ദ ചാപ്റ്റർ. ഓക്കെ, നൗ ലെറ്റ്സ് ഡിസ്കസ് ദ ചാപ്റ്റർ. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസർ മെത്തേഡിൽ തന്നെയാണ്. അപ്പോൾ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണ് എന്നുള്ളതും അതുപോലെ തന്നെ അതിന് എന്ത് മറുപടിയാണ് അവർ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതും ആ രീതിയിലാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റെലവൻസ് ഓഫ് ആസ്ട്രോണമി, അതിനെക്കുറിച്ചിട്ടാണ്. ആസ്ട്രോണമിയുടെ റെലവൻസിനെ കുറിച്ച്, ഇമ്പോർട്ടൻസിനെ കുറിച്ച്. സോ ക്വസ്റ്റ്യൻ ഇതാണ്, സംഗീത ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്: മെനി ഡിസ്കവറീസ് ആർ ബീയിങ് മെയ്ഡ് ഇൻ ആസ്ട്രോണമി എവറി ഡേ. വാട്ട് ഈസ് ദ റെലവൻസ് ഓഫ് ആസ്ട്രോണമി? ഒത്തിരി ഡിസ്കവറീസ് ഈ ആസ്ട്രോണമിയിൽ എല്ലാ ദിവസവും നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ എന്താണ് എന്ന് ചോദിക്കുകയാണ്, എന്താണ് ഇതിൻ്റെ റെലവൻസ് എന്താണ്, അതായത് ഈ ആസ്ട്രോണമിയുടെ റെലവൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതിന് തുഷാര പറയുന്ന മറുപടി ഇങ്ങനെയാണ്: ആസ്ട്രോണമി ഹെൽപ്സ് us അണ്ടർസ്റ്റാൻഡ് അവർ പ്ലേസ് ഇൻ ദ യൂണിവേഴ്സ്. അപ്പോൾ ഈ ഒരു പ്രപഞ്ചത്തിൽ, നമ്മുടെ യൂണിവേഴ്സിൽ നമ്മുടെ പ്ലേസ് എവിടെയാണ് എന്നുള്ളത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും, ആസ്ട്രോണമി സഹായിക്കും. അതുപോലെ തന്നെ അവർ സൺ ഈസ് ജസ്റ്റ് ആൻ ഓർഡിനറി സ്റ്റാർ എമംഗ് ബില്യൺസ്. ബില്യൺ കണക്കിന് നക്ഷത്രങ്ങളുടെ ഇടയിലുള്ള ഒരു സ്റ്റാർ മാത്രമാണ് സൂര്യൻ. അപ്പോൾ ഗാലക്സി എന്ന് പറഞ്ഞ് വിശാലമായിട്ട് പരന്നു കിടക്കുന്ന ഒന്നാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ വ്യക്തമായ ധാരണകൾ ഉണ്ടാക്കി തരാനായിട്ട് ആസ്ട്രോണമിക്ക് സാധിക്കും എന്ന് പറയുകയാണ്. അവർ ബോഡീസ് ആർ മെയ്ഡ് ഓഫ് സ്റ്റാർ ഡസ്റ്റ്. നമ്മുടെ ശരീരം തന്നെ സ്റ്റാർ ഡസ്റ്റ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറയുന്നു. സ്റ്റാർ ഡസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നക്ഷത്രത്തിൻ്റെ പൊടിപടലങ്ങളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതായത് കാർബൺ, ഓക്സിജൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണല്ലോ നമ്മുടെ ശരീരത്തിനകത്തും ഉള്ളത് ആ രീതിയിൽ. അപ്പോൾ നമ്മുടെ ബോഡീസ് എന്ന് പറയുന്നത് സ്റ്റാർ ഡസ്റ്റ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളത് പറയുകയാണ്. സോ ക്രിയേറ്റഡ് ഇൻസൈഡ് ഹെവി സ്റ്റാർസ്. ആഫ്റ്റർ സൂപ്പർനോവ എക്സ്പ്ലോഷൻ അവർ സോളാർ സിസ്റ്റം ഫോംഡ് ഫ്രം ദോസ് ഗ്യാസസ്. സോ സൂപ്പർനോവ എക്സ്പ്ലോഷന് ശേഷം, ആ ഒരു പൊട്ടിത്തെറിക്ക് ശേഷം നമ്മുടെ സോളാർ സിസ്റ്റം, സൗരയൂഥം എന്ന് പറയുന്നത് ഫോം ചെയ്തു. ഫ്രം ദോസ് ഗ്യാസസ്, ആ ഗ്യാസിൽ നിന്നും സൗരയൂഥം ഫോം ചെയ്തു എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കി തരാൻ, അതെങ്ങനെ ഉണ്ടായി അല്ലെങ്കിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ മനസ്സിലാക്കി തരാനും അതിനെക്കുറിച്ചിട്ടൊക്കെ ധാരണകൾ ഉണ്ടാക്കാനും ആസ്ട്രോണമിക്ക് സാധിച്ചിട്ടുണ്ടെന്ന് പറയുകയാണ്. ആസ്ട്രോണമി ഷോസ് us our origin and can help us know if life exists elsewhere. നമ്മുടെ ഒറിജിൻ എന്താണ്, ഭൂമിയിൽ നമ്മുടെ ഒറിജിൻ എന്താണ്, അതുപോലെ തന്നെ വേറെ എവിടെയെങ്കിലും ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ലൈഫ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു ധാരണ ഉണ്ടാക്കാൻ ആസ്ട്രോണമി സഹായിക്കും എന്ന് പറയുകയാണ്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ടെക്നോളജി. അതുമാത്രമല്ല ടെക്നോളജിയിലും GPS പോലെ MRI, വയർലെസ് ഇൻ്റർനെറ്റ്, ആൾ ഡിപ്പെൻഡൻറ്റ് ഓൺ ആസ്ട്രോണമിക്കൽ റിസർച്ച്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഒരു പ്രോഗ്രസ് ടെക്നോളജിയിൽ വരാനും കാരണം ആസ്ട്രോണമി തന്നെയാണ് എന്ന് പറയുകയാണ്. ആസ്ട്രോണമി ഇൻസ്പയേഴ്സ് യങ് പീപ്പിൾ ആൻഡ് അട്രാക്ട്സ് ദം ഇൻ ടു സയൻസ്. അപ്പോൾ ആസ്ട്രോണമി എന്ന് പറയുന്നത് ഒത്തിരി ചെറുപ്പക്കാരെ, യുവാക്കളെ ഇൻസ്പയർ ചെയ്യുകയും അട്രാക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു സയൻസ് എന്നുള്ള ഫീൽഡിലേക്ക് എന്ന് പറയുകയാണ്. ദെൻ ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇൻഫ്ലുവൻസ് ഓഫ് കോസ്മിക് മാഗ്നറ്റോസ്ഫിയർ. അപ്പോൾ ഈ കോസ്മിക് മാഗ്നറ്റോസ്ഫിയർ, അതിൻ്റെ സ്വാധീനത്തിനെ കുറിച്ചിട്ടാണ് രണ്ടാമത്തെ ചോദ്യം ചോദിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: യുവർ ഡിസ്കവറി ഓൺ ദ ഇൻഫ്ലുവൻസ് ഓഫ് കോസ്മിക് magnetosphere on star formation was recently published. How is this relevant? അപ്പോൾ അതിന് പറഞ്ഞ മറുപടി,
The paper explains how magnetosphere affects the formation of stars like the sun. ഈ മാഗ്നറ്റോസ്ഫിയർ എന്ന് പറയുന്ന പ്രതിഭാസം അല്ലെങ്കിൽ ആ ഒരു സംഭവം എങ്ങനെയാണ് അത് എഫക്റ്റ് ചെയ്യുന്നത്, എന്തിൻ്റെയൊക്കെ സൂര്യനെ പോലെയുള്ള നക്ഷത്രങ്ങളുടെ ഫോർമേഷനൊക്കെ ഇതെങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്നുള്ള കാര്യമാണ് അത് പറയുന്നത്. And this helps us understand how the sun, planets and even galaxies form. അപ്പോൾ സൂര്യനും മറ്റു പ്ലാനറ്റുകളും ഗാലക്സി പോലും എങ്ങനെയാണ് ഫോം ചെയ്തത് എന്നുള്ളത് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ അത് സഹായിക്കുന്നു എന്ന് പറയുകയാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡിസ്കവറി യൂസിങ് SOFIA, അതായത് സോഫിയ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഡിഡ് സോഫിയ ഓർ SOFIA ടെലസ്കോപ്പ് ഫൈൻഡ്. അപ്പോൾ ഇതൊരു ടെലസ്കോപ്പാണ്, അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്, അതിൻ്റെ ഫൈൻഡിങ്. അപ്പോൾ പറയാണ് ദേ ഫൗണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ബെൻഡ് നിയർ മോളിക്കുലാർ ഗ്യാസ് ക്ലൗഡ്സ്. അപ്പോൾ ഈ ഒരു ടെലസ്കോപ്പ് കൊണ്ട് എന്ത് കണ്ടുപിടിച്ചു എന്ന് പറയുകയാണ്, ദേ ഫൗണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കണ്ടുപിടിച്ചു ബെൻഡ് നിയർ മോളിക്കുലാർ ഗ്യാസ് ക്ലൗഡ്സ്. അപ്പോൾ മോളിക്കുലാർ ഗ്യാസ് ക്ലൗഡ്സ് അതിൻ്റെ അടുത്ത് ബെൻഡ് ചെയ്യുന്ന ഈ പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കണ്ടുപിടിച്ചു ഈ ഒരു ടെലസ്കോപ്പ് കൊണ്ട് എന്ന് പറയുകയാണ്. അതുപോലെ ഗ്രാവിറ്റി, ഗ്യാസ് മോഷൻ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ് പ്ലേ റോൾസ് ഇൻ സ്റ്റാർ ഫോർമേഷൻ. മറുപടിയിൽ പറയുന്നുണ്ട് ഗ്രാവിറ്റിയും ഗ്യാസ് ഫോർമേഷനും അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡും ഒക്കെ ഒരു കീ റോള്, അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ അതിൽ റോള് വഹിക്കുന്നുണ്ട് ഈ ഒരു സ്റ്റാർ ഫോർമേഷനിൽ, നക്ഷത്രങ്ങളുടെ ഒറിജിനുമായി ബന്ധപ്പെട്ട് എന്ന് പറയുകയാണ്. സ്റ്റാർസ് ആർ ബോൺ ഇൻ ഡാർക്ക് ക്ലൗഡ്സ് സ്പ്രെഡ് അക്രോസ് ലൈറ്റ് ഇയേഴ്സ്. സോ നക്ഷത്രങ്ങളെന്ന് പറയുന്നത് ഫോം ചെയ്യുന്നത് ഡാർക്ക് ക്ലൗഡ്സിലാണ്, അതും എവിടെ, സ്പ്രെഡ് അക്രോസ് ലൈറ്റ് ഇയേഴ്സ്, പ്രകാശ വർഷങ്ങൾക്ക് അകലെ ഈ പറയുന്നത് പോലെ ഡാർക്ക് ക്ലൗഡ്സിൽ നിന്നാണ് സ്റ്റാർസ് ഫോം ചെയ്യുന്നതെന്ന് പറയുകയാണ്. തൗസൻഡ്സ് ഓഫ് സ്റ്റാർസ് ലൈക്ക് അവർ സൺ ഫോം ദിസ് വേ. അപ്പോൾ ഒത്തിരി നക്ഷത്രങ്ങൾ, സൂര്യനെ പോലെയൊക്കെയുള്ള ഒത്തിരി നക്ഷത്രങ്ങൾ അങ്ങനെ ഫോം ചെയ്യുന്നുണ്ട് പറയുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഭൂമി അതുമാത്രമുള്ള കാര്യങ്ങളെ നമുക്കറിയുള്ളൂ. ഭൂമിക്കപ്പുറത്ത് ഈ പറയുന്നത് പോലെ തന്നെ സൗരയൂഥവും ഗാലക്സിയും മറ്റൊരു ഗാലക്സി ഇഷ്ടം പോലെ നമുക്ക് മനസ്സിലാക്കാൻ ഒത്തിരി പ്രയാസമുള്ള, അല്ലെങ്കിൽ ഇനിയും ഒത്തിരി മനസ്സിലാക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ അങ്ങ് ആകാശത്തുണ്ട്. ദെൻ this discovery was made by detecting radiation from clouds aligned with magnetosphere. അപ്പോൾ മാഗ്നറ്റോസ്ഫിയർ ഉപയോഗിച്ചിട്ട്, നേരത്തെ പറഞ്ഞ മാഗ്നറ്റോസ്ഫിയർ ഉപയോഗിച്ചിട്ടാണ് ഇതിനൊക്കെ ഒരു ഡിസ്കവറി സാധ്യമാക്കിയതെന്ന് പറയുകയാണ്. അത് എങ്ങനെ, ഡിറ്റക്റ്റിംഗ് റേഡിയേഷൻ ഫ്രം ക്ലൗഡ്സ്, അപ്പോൾ മേഘങ്ങളിൽ നിന്നുള്ള റേഡിയേഷനും കാര്യങ്ങളൊക്കെ ഡിറ്റക്റ്റ് ചെയ്തുകൊണ്ട് ഈ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്താൻ ഈ മാഗ്നറ്റോസ്ഫിയർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറയുകയാണ്. ദെൻ ജേർണി ഇൻ ടു ആസ്ട്രോണമി, അതുമായി ബന്ധപ്പെട്ടാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ക്യാൻ യു എക്സ്പ്ലെയിൻ യുവർ ജേർണി ഫ്രം കേരള ടു ആസ്ട്രോണമി. അപ്പോൾ കേരളത്തിൽ നിന്നും ഒരു മലയാളി എന്ന രീതിയിൽ നിന്നും പിന്നീട് ഒരു ആസ്ട്രോണമിയിലേക്കുള്ള ഒരു പ്രോഗ്രസ് ഉണ്ടല്ലോ, ആ ഒരു ജേർണി, അതിനെക്കുറിച്ച് പറയാനാണ് പറയുന്നത്. അപ്പോൾ അവർ മറുപടി പറയുന്നുണ്ട്, ഇനീഷ്യലി ആസ്ട്രോണമി വാസ് നോട്ട് ഹെർ ഫേവറേറ്റ് സബ്ജക്റ്റ്. അപ്പോൾ ആദ്യമൊന്നും ആസ്ട്രോണമി അവരുടെ ഒരു ഫേവറേറ്റ് സബ്ജക്റ്റ് ആയിരുന്നില്ല. വൈൽ അറ്റ് IIT മദ്രാസ് എ ഫ്രണ്ട് സജസ്റ്റഡ് ഡൂയിങ് എ പ്രൊജക്റ്റ് ഇൻ ആസ്ട്രോണമി. ആ സമയത്താണ് IIT മദ്രാസിലുണ്ടായിരുന്ന സമയത്ത് ഒരു ഫ്രണ്ട് ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ പറഞ്ഞു ആസ്ട്രോണമിയുമായി ബന്ധപ്പെട്ട്. ഷി ജോയിൻഡ് ഫോർ എ സമ്മർ ഇൻറ്റേൺഷിപ്പ് അറ്റ് നാഷണൽ സെൻറ്റർ ഫോർ ആസ്ട്രോണമി ഇൻ പൂനെ. അതുപോലെ തന്നെ പൂനെയിലുള്ള നാഷണൽ സെൻറ്റർ ഫോർ ആസ്ട്രോണമിയിൽ ജോയിൻ ചെയ്യുന്നു ഇൻറ്റേൺഷിപ്പിന് വേണ്ടിയിട്ട്, സമ്മർ ഇൻറ്റേൺഷിപ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെയാണ് ഇൻസ്പയർ ചെയ്തതെന്ന് പറയുകയാണ്. ദാറ്റ് ഇൻറ്റേൺഷിപ്പ് ഇൻസ്പയർഡ് ഹെർ ടു പെർസ്യൂ എ PhD ഇൻ ആസ്ട്രോണമി. അപ്പോൾ ആസ്ട്രോണമിയിൽ PhD എടുക്കാൻ അത് ഇൻസ്പയർ ചെയ്തു, ആ ഒരു കാര്യം ഇൻസ്പയർ ചെയ്തു. അങ്ങനെയൊക്കെയാണ് ആസ്ട്രോണമി എന്നുള്ള ഫീൽഡിലേക്ക് എത്തുന്നതെന്ന് ഒരു മറുപടി പറയുകയാണ്. ദെൻ അഞ്ചാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വിമൻ ഇൻ ഇന്ത്യൻ സൊസൈറ്റി ആൻഡ് റിസർച്ച്, അതുമായി ബന്ധപ്പെട്ടാണ്. ചോദ്യം ഇങ്ങനെയാണ്, ദ പൊസിഷൻ ഓഫ് വിമൻ ഇൻ ഇന്ത്യൻ സൊസൈറ്റി ഈസ് സ്റ്റിൽ നോട്ട് വെരി ഗുഡ്. അതായത് സ്ത്രീകളുടെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത്, ഇന്ത്യൻ സമൂഹത്തിലെ സ്ത്രീകളുടെ പൊസിഷൻ എന്ന് പറയുന്നത് ഇപ്പോഴും അത്ര നല്ല ഒരു പൊസിഷനൊന്നുമല്ല അവർക്ക് പലപ്പോഴും കിട്ടുന്നത് അല്ലെങ്കിൽ ഉള്ളത്. ഡിഡ് യു ഫേസ് ലിമിറ്റേഷൻസ് ആസ് എ വുമൻ ഇൻ റിസർച്ച്. ഈ റിസർച്ച് ചെയ്യുന്ന സമയങ്ങളിൽ ഒരു സ്ത്രീ എന്ന രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ലിമിറ്റേഷൻസ് അനുഭവപ്പെട്ടിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മറുപടി പറയുന്നുണ്ട്, ബിഗ്ഗസ്റ്റ് ചാലഞ്ച്, അതൊരു വലിയ ചലഞ്ച് എന്ന് പറയുന്നത് ബാലൻസിങ് വർക്ക് ആൻഡ് കെയറിങ് ഫോർ ഹെർ ചൈൽഡ്. കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികളെ നോക്കുന്നതും വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതും, ഈ രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഒരു ബിഗ്ഗസ്റ്റ് ടാസ്ക്കാണ് അല്ലെങ്കിൽ ചാലഞ്ചാണെന്ന് പറയുകയാണ്. ഷീ സംടൈംസ് ഫീൽസ് ഗിൽറ്റി അബൌട്ട് നോട്ട് സ്പെൻഡിങ് ഇനഫ് ടൈം വിത്ത് ഹെർ സൺ. അപ്പോൾ തൻ്റെ മോനോടുകൂടി കൂടുതൽ സമയം ചിലവഴിക്കാൻ പറ്റാത്തതിൽ അവർക്ക് പലപ്പോഴും ഒരു ഗിൽറ്റി ഒക്കെ തോന്നാറുണ്ട് എന്ന് പറയുകയാണ്. ഷി ഹാസ് നോട്ട് പേഴ്സണലി ഫേസ്ഡ് ഹാഷ് ഡിസ്ക്രിമിനേഷൻ. നേരിട്ട് ഹാഷ് ഡിസ്ക്രിമിനേഷൻ ഒന്നും അനുഭവപ്പെട്ടിട്ടില്ല, എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ബട്ട് നോസ് വിമൻ ഹു ഹാവ്, അത്തരം ഡിസ്ക്രിമിനേഷനൊക്കെ അനുഭവിക്കുന്ന ആൾക്കാരെ അറിയാം തനിക്ക് എന്ന് പറയുകയാണ്. ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്.
അതായത് ഇത്തരം ആൾക്കാർ ഉണ്ട് സൊസൈറ്റിയിൽ. ദെൻ മെനി വിമൻ റിസർച്ചേഴ്സ് മസ്റ്റ് വർക്ക് ഹാർഡർ ദാൻ മെൻ ഫോർ ഈക്വൽ റെക്കഗ്നീഷൻ. അതുപോലെ തന്നെ ഒത്തിരി റിസർച്ച് ചെയ്യുന്ന ഒത്തിരി സ്ത്രീകൾ അവർ കുറച്ചുകൂടി ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട് ഒരു ഈക്വൽ റെക്കഗ്നീഷൻ. പറയുന്ന ആണുങ്ങളുമായിട്ട് പുരുഷന്മാരുമായിട്ട് ഒരു ഈക്വൽ റെക്കഗ്നീഷൻ കിട്ടാൻ കുറച്ച് എക്സ്ട്രാ വർക്ക് ചെയ്യേണ്ടി വരുന്നുണ്ടെന്ന് പറയുകയാണ്. പ്രോബ്ലംസ് ലൈക്ക് സെക്ഷൽ ഹറാസ്മെൻറ്റ്, അൺഈക്വൽ പേ ആൻഡ് ലാക്ക് ഓഫ് റെസ്പെക്റ്റ് സ്റ്റിൽ എക്സിസ്റ്റ്. അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ സെക്ഷൽ ഹറാസ്മെൻറ്റും അൺഈക്വൽ ആയിട്ടുള്ള പേ സിസ്റ്റവും ലാക്ക് ഓഫ് റെസ്പെക്റ്റും അതൊക്കെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ്, അതിപ്പോഴും ഉണ്ട് എന്ന് പറയുകയാണ്. Then the next question, sixth question is about astronomy versus astrology. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് ചോദിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: The practice of confusing astronomy with astrology and exploiting people has grown in India. How do you see this? അപ്പോൾ അതിന് മറുപടി പറയുന്നുണ്ട്, ആസ്ട്രോണമി ഈസ് പാർട്ട് ഓഫ് ഫിസിക്സ്. അപ്പോൾ ആസ്ട്രോണമി എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ഫിസിക്സിൻ്റെ ഭാഗമാണ്, അതായത് സയൻസിൻ്റെ ഭാഗമാണ്, നാച്ചുറൽ സയൻസ്. വൈൽ ആസ്ട്രോളജി ഈസ് നോട്ട്. പക്ഷേ ആസ്ട്രോളജി എന്തല്ല? സയൻസിൻ്റെ ഭാഗം അല്ല. ഓക്കെ. ദെൻ ദ മെത്തേഡ്സ് ഓഫ് ആസ്ട്രോണമി ആർ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം ആസ്ട്രോളജി. അപ്പോൾ ഈ ആസ്ട്രോണമിയുടെ മെത്തേഡൊക്കെ ആസ്ട്രോളജിയിൽ നിന്നും വളരെയധികം വ്യത്യസ്തമാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ഒന്ന് സയൻസാണ്, മറ്റൊരു സയൻസ് അല്ല എന്ന് പറയുകയാണ്. സ്പേസ് സയൻസ്, വെഹിക്കിൾസ്, മൊബൈൽ ടെക്നോളജി, മെഡിസിൻസ് കെയിം ഫ്രം ആസ്ട്രോണമി. ഇതൊക്കെ അങ്ങനെ ആസ്ട്രോണമിയുടെ കാര്യങ്ങളാണ്, ബെനിഫിറ്റ്സ് ആണ്. പക്ഷേ ഇതൊന്നും എവിടുന്ന് വരുന്നതല്ല, നോട്ട് ആസ്ട്രോളജി, ആസ്ട്രോളജിയുമായിട്ട് കണക്റ്റഡ് അല്ല എന്ന് പറയുകയാണ്. ദെൻ ആസ്ട്രോളജി ഹാസ് നോ റോൾ ഇൻ ദീസ് സയൻറ്റിഫിക് അച്ചീവ്മെൻറ്റ്സ്. അപ്പോൾ നേരത്തെ പറഞ്ഞ സയൻറ്റിഫിക് അച്ചീവ്മെൻറ്റുകളൊക്കെ നേടിയതിൽ ആസ്ട്രോളജിക്ക് യാതൊരു പങ്കും ഇല്ല എന്ന് പറയുകയാണ്. ഇഫ് വി മിക്സ് അപ്പ് ആസ്ട്രോളജി വിത്ത് ആസ്ട്രോണമി, നമ്മൾ ഈ രണ്ട് കാര്യങ്ങളും മിക്സപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബ്ലോക്ക് പ്രോഗ്രസ് ആൻഡ് ന്യൂ ഡിസ്കവറീസ്. അതായത് രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാന്നുണ്ടെങ്കിൽ ഒരിക്കലും കഴിയില്ല. അതായത് അത് പ്രോഗ്രസ്, അതല്ലെങ്കിൽ പ്രോഗ്രഷൻ, പുതിയ പുതിയ ഡിസ്കവറീസ്, അതിനൊക്കെ വിഘാതമാകും എന്ന് പറയുകയാണ്. സോ ആസ്ട്രോളജി അല്ല നമുക്ക് വേണ്ടത്, പകരം ആസ്ട്രോണമിയാണ് വേണ്ടതെന്ന് പറയുകയാണ്. അപ്പോൾ അതിനാണ് ഒരു ഒത്തൻറ്റിസിറ്റി ഉള്ളത്, അതിനാണ് ഒരു സയൻസ് ടച്ച് ഉള്ളത്. നാസ ആൻഡ് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്ട്രെസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോളജി. ഇപ്പോൾ നാസയെ പോലെയുള്ള ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം ഈ ഒരു വ്യത്യാസം ഊന്നി പറയാറുണ്ട്. ആസ്ട്രോണമിയും ആസ്ട്രോളജിയും തമ്മിലുള്ള ആ ഒരു ഗ്രേറ്റ് ഡിഫറൻസ് അത് എംഫസൈസ് ചെയ്ത് ഊന്നി പറയാറുണ്ട്, സ്ട്രെസ് ചെയ്ത് പറയാറുണ്ട് എന്ന് പറയുകയാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്യൂച്ചർ ഓഫ് ഇന്ത്യൻ സയൻസിനെ കുറിച്ചാണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഹൗ വിൽ ദ കറൻറ്റ് ഡെവലപ്മെൻറ്റ് ഓഫ് ഇന്ത്യൻ സയൻസ് എഫക്റ്റ് അവർ ഫ്യൂച്ചർ പ്രോഗ്രസ്? അപ്പോൾ മറുപടി പറയുന്നുണ്ട്, ഇന്ത്യ ഹാസ് എ സ്ട്രോങ് ട്രഡീഷൻ ഇൻ സയൻസ്. ഇന്ത്യക്ക് സയൻസ് എന്നുള്ള മേഖലയിൽ ഒരു വലിയൊരു ട്രഡീഷൻ ഉണ്ട്. ആൻഡ് മെനി ഇന്ത്യൻസ് ആർ റെക്കഗ്നൈസ്ഡ് ഇൻ്റർനാഷണലി. ഒത്തിരി ഇന്ത്യൻസ് ഉണ്ട്, ഇൻ്റർനാഷണലി അറിയപ്പെട്ട ഒത്തിരി ആൾക്കാരുണ്ട്, ഇന്ത്യയിൽ നിന്നുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് IISER ഹാവ് ഗെയിൻഡ് അറ്റൻഷൻ, ബട്ട് ദർ ഈസ് സ്റ്റിൽ എ ലാർജ് ഗ്യാപ്പ് ബിറ്റ്വീൻ റിച്ച് ആൻഡ് പുവർ ഇൻ എഡ്യൂക്കേഷൻ. പക്ഷേ അങ്ങനെയൊക്കെ പറയുമ്പോൾ പോലും ഇപ്പോഴും ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ടെന്ന് പറയണം. റിച്ച് ആൻഡ് പുവർ ഇൻ എഡ്യൂക്കേഷൻ്റെ കാര്യമൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഒരു വലിയൊരു ഗ്യാപ്പ് അവിടെ ഇപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഈസ് ഓൺലി ഫോർ എ സ്മോൾ ഗ്രൂപ്പ്. ഒരു ചെറിയ ശതമാനം ആൾക്കാർക്ക് മാത്രമേ ഒരു ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ കിട്ടുന്നുള്ളൂ. ഇറ്റ് മസ്റ്റ് ബി ആക്സസിബിൾ ടു ഓൾ. അതെല്ലാവർക്കും കിട്ടണം എന്നവർ പറയുകയാണ്. യൂണിവേഴ്സിറ്റീസ് ഷുഡ് ഹാവ് ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ്. ഗ്ലോബൽ സ്റ്റാൻഡേർഡ് എക്സ്പ്രസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസൊക്കെ വരണം. ഫണ്ടിങ് സിസ്റ്റം ഉണ്ടാവണം, നല്ല റിസോഴ്സുകൾ ഉണ്ടാവണം. ചൈന ഹാസ് ഇൻവെസ്റ്റഡ് ഹെവിലി ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി. അപ്പോൾ ചൈന ഈ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഒത്തിരി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യ മസ്റ്റ് ഓൾസോ ഇൻവെസ്റ്റ്. ഇന്ത്യക്കും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റണം എന്ന് പറയുകയാണ്. പ്രൊജക്ട്സ് ലൈക്ക് ഇൻഡിഗോ ഷോസ് ഇന്ത്യാസ് പ്രോഗ്രസ്. അപ്പോൾ ഇൻഡിഗോ പ്രൊജക്റ്റിനെ എടുത്ത് കാണിക്കുന്നുണ്ട്, അത് ഇന്ത്യയുടെ ഒരു പ്രോഗ്രസ്സിനെ കാണിക്കുന്നു എന്നുള്ള രീതിയിൽ പറയുന്നു. ദെൻ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് മീൻസ് 8th ക്വസ്റ്റ്യൻ, വിമൻ ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി. അതുമായി ബന്ധപ്പെട്ടാണ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: വിമൻസ് റെപ്രസെൻറ്റേഷൻ ഇൻ സയൻസ് ഈസ് സ്റ്റിൽ ലോ. ഇപ്പോഴും സ്ത്രീകളുടെ റെപ്രസെൻറ്റേഷൻ, സയൻസിലുള്ള സ്ത്രീകളുടെ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും എന്താണ്? ലോ ആണ്. സോ ഹൗ ക്യാൻ വി അട്രാക്റ്റ് ആൻഡ് റിറ്റെയിൻ വിമൻ ഇൻ ദിസ് ഫീൽഡ്? എങ്ങനെ നമുക്ക് സ്ത്രീകൾ ഇതിലേക്ക് കൊണ്ടുവരാം, ആകർഷിക്കാം, ഈ ഒരു ഫീൽഡിലേക്ക് കൊണ്ടുവരാം എന്നാണ് ചോദ്യം. മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്: need
ആൻഡ് ഇൻറ്റിഗ്രേറ്റഡ് അപ്രോച്ച് അക്രോസ് സെക്ടേഴ്സ്. ഒരു ഇൻറ്റഗ്രേറ്റഡ് അപ്രോച്ച് അതിന് വേണമെന്ന് പറയുകയാണ്. മോട്ടിവേഷൻ ഷുഡ് സ്റ്റാർട്ട് ഫ്രം സ്കൂൾ ലെവലിൽ തന്നെ എന്ത് തുടങ്ങണം? മോട്ടിവേഷൻ തുടങ്ങണം. ടീച്ചേഴ്സ് ഷുഡ് സപ്പോർട്ട് ഗേൾസ് ഇൻ സയൻസ്. ടീച്ചേഴ്സൊക്കെ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം കുട്ടികളെ സയൻസിലേക്ക് കൊണ്ടുവരാനായിട്ട്, ഗേൾസിനെ സയൻസിലേക്ക് കൊണ്ടുവരാനായിട്ട്. അപ്പോൾ ഒരു പഴയൊരു സ്റ്റീരിയോട്ടിപ്പിക്കൽ സാധനം ഉണ്ടല്ലോ, ഒക്യുപ്പേഷൻ സ്റ്റീരിയോടൈപ്പ്. ഒരു ആൺകുട്ടിയാണെങ്കിൽ ഇന്ന ജോലികളിലേക്കൊക്കെ പോവുക, പെൺകുട്ടിയാണെങ്കിൽ ഈ രീതിയിലുള്ള ജോലികളൊക്കെ ചെയ്യുക. ആ സാധനം ബ്രേക്ക് ചെയ്യണം എന്ന് പറയുകയാണ്. സോ ടീച്ചേഴ്സ് ഷുഡ് സപ്പോർട്ട് ഗേൾസ് ഇൻ സയൻസ്. സപ്പോർട്ട് ഗ്രൂപ്പ്സ് ഓഫ് സീനിയർ ഫീമെയിൽ സയൻറ്റിസ്റ്റ് ക്യാൻ ബൂസ്റ്റ് കോൺഫിഡൻസ്. അതുപോലെ തന്നെ സീനിയർ ഫീമെയിൽ സയൻറ്റിസ്റ്റുകൾ, അപ്പോൾ അവരുടെ ഗ്രൂപ്പ്, അവരുടെ സപ്പോർട്ട്, ഇതൊക്കെ കൂടുതൽ കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യും, ബൂസ്റ്റ് ചെയ്യുമെന്ന് പറയുകയാണ്. വിമൻ നീഡ് മെൻറ്റേഴ്സ് ആൻഡ് റോൾ മോഡൽസ്. അതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് മെൻറ്റേഴ്സും റോൾ മോഡൽസും ഒക്കെ വേണം. പോളിസീസ് ലൈക്ക് മെറ്റേണിറ്റി ലീവ് ആൻഡ് ഫ്ലെക്സിബിൾ ജോബ്സ് ആർ ഇമ്പോർട്ടൻറ്റ്. സ്ത്രീകൾക്ക് ചില പ്രത്യേക ഘട്ടങ്ങളിൽ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളിൽ ഒരു ഇത് കൊടുക്കുക. മെറ്റേണിറ്റി ലീവ് പോലെയുള്ള കാര്യങ്ങൾ, പോളിസികൾ, അത്തരം പോളിസികളൊക്കെ കൂടുതൽ പ്രാബല്യത്തിൽ കൊണ്ടുവരണം. ഫ്ലെക്സിബിൾ ജോബ്സ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം. ദെൻ ഫാമിലീസ് മസ്റ്റ് ആൾസോ സപ്പോർട്ട് വിമൻസ് ഡ്രീംസ് ഈക്വലി ആസ് മെൻസ്. അപ്പോൾ ഒരു ആണിനെ പോലെ തന്നെ പെണ്ണിനും സ്വപ്നം കാണാനുള്ള അവകാശമുണ്ട്, ആ സ്വപ്നത്തിലേക്ക് എത്താനുള്ള റൈറ്റും ഉണ്ട്. അപ്പോൾ അതിന് ഫാമിലി സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കണം എന്ന് പറയുകയാണ്. ദെൻ ഷീ ഹെർസെൽഫ് വാസ് ഇൻസ്പയർഡ് ബൈ ഹെർ ഹാർഡ് വർക്കിംഗ് മദർ. ഇതിൽ പറയുന്നുണ്ട് ഇവർ തന്നെ ഇവർക്കൊരു ഇൻസ്പിറേഷൻ കിട്ടിയിട്ടുള്ളത് അവരുടെ അമ്മയുടെ അടുത്ത് നിന്നായിരുന്നു. ഹാർഡ് വർക്കിംഗ് ആയാലും അമ്മയുടെ അടുത്ത് നിന്നായിരുന്നു. അമ്മ ഒരു ടീച്ചറായിരുന്നു എന്ന് പറയുകയാണ്. സോ സ്റ്റുഡൻസ്, ഇൻ ഷോർട്ട്, ചുരുക്കി പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഇൻ്റർവ്യൂയുടെ ഒരു കോണ്ടൻറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോളജി, രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, എങ്ങനെയാണ് രണ്ടും വ്യത്യാസപ്പെട്ടിരിക്കുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് തുടങ്ങിയ ഫാക്ടേഴ്സൊക്കെ മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ഒരു വിശകലനം, അതാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ഒരു ഇൻ്റർവ്യൂ മോഡലുള്ള, ഒരു കോൺവെർസേഷൻ പാറ്റേണിലുള്ള, ക്വസ്റ്റ്യൻ ആൻസറിങ് പാറ്റേണിലുള്ള ഒരു ചാപ്റ്റർ. So students, hope you understood. Anyway, by all, thank you.